Hello everyone, welcome back to Level Up Learning Platform. ഇന്ന് നമ്മൾ VHSCയിലെ Entrepreneurship Development സബ്ജക്റ്റിലെ ചാപ്റ്റർ 2 ആയിട്ടുള്ള എന്റർപ്രൈസ് പ്ലാനിംഗ് ആണ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. സെക്കൻഡ് ചാപ്റ്ററിലെ ഫസ്റ്റ് ടോപ്പിക് ആണ് ഫോംസ് ഓഫ് പ്രൈവറ്റ് സെക്ടർ എന്റർപ്രൈസസ് ഓർ ടൈപ്സ് ഓഫ് പ്രൈവറ്റ് സെക്ടർ എന്റർപ്രൈസസ്. There is 4 types of private sector enterprises. The first one is sole proprietorship, then partnership, joint stock company and cooperative societies. So sole proprietorship, what do you mean by sole proprietorship? It is a one man business. അതായത് ഒരാൾ നടത്തുന്ന ബിസിനസ്സിനെയാണ് sole proprietorship എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. The firm is owned, financed, controlled and managed by a sole person. ആ ഒരു ബിസിനസ് ഓൺ ചെയ്യുന്നതും ഉടമസ്ഥാവകാശം ഉള്ളതും ഫിനാൻസ് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും മാനേജ് ചെയ്യുന്നതും എല്ലാം തന്നെ ഒരാളായിരിക്കും, ഒരു വ്യക്തിയായിരിക്കും. This form of enterprise is also known as sole proprietorship, sole trader, single entrepreneurship, individual entrepreneurship and one man business. ഈ പറഞ്ഞ പേരുകളിലൊക്കെ തന്നെ sole proprietorship അറിയപ്പെടുന്നുണ്ട്. ബേസിക്കലി ഒരു വ്യക്തി നടത്തുന്ന ബിസിനസ്സിനെയാണ് sole proprietorship എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. He owns the business, manages it and is entitled to all profits and suffers all losses. അപ്പോൾ ആ ഒരു വ്യക്തിയായിരിക്കും ബിസിനസ് ഓൺ ചെയ്യുന്നതും അതിന് എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നതും അതുപോലെ തന്നെ എന്താണ് ആ ഒരു ബിസിനസ് ഉണ്ടാകുന്ന എല്ലാ പ്രോഫിറ്റിന്റെയും അവകാശി ഈ ഒരു വ്യക്തി തന്നെയായിരിക്കും. അതുപോലെ തന്നെ അതിലുണ്ടാകുന്ന എല്ലാ നഷ്ടങ്ങളും ആ ഒരാൾ തന്നെ സഫർ ചെയ്യേണ്ടതായിട്ടും വരും. ഇൻ ഷോർട്ട്, ഹി ഈസ് ദ മാസ്റ്റർ ഓഫ് ദി ബിസിനസ്. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ആ ഒരു വ്യക്തിയായിരിക്കും ആ ഒരു ബിസിനസിന്റെ മാസ്റ്റർ എന്ന് പറയുന്നത്. സോ വൺ മാൻ ബിസിനസ് ആണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. നെക്സ്റ്റ് is features of sole proprietorship. The first one is one man ownership. The ownership of a sole proprietorship is vested in a single person. അപ്പോൾ എന്താണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പിന്റെ ഓണർഷിപ്പ് എന്ന് പറയുന്നത്, ഉടമസ്ഥാവകാശം എന്ന് പറയുന്നത് ഒരു വ്യക്തിയിൽ മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. വൺ മാൻ കൺട്രോൾ. The business is managed and controlled by the owner himself. അപ്പോൾ എന്താ ആ ഒരു ബിസിനസ് മാനേജ് ചെയ്യുന്നതും അതിനെ നിയന്ത്രിക്കുന്നതുമെല്ലാം തന്നെ ആരായിരിക്കും? ആ ഒരു വ്യക്തി തന്നെയായിരിക്കും, ഓണർ ഓഫ് ദി ബിസിനസ് തന്നെയായിരിക്കും. Third one is individual financing. The entire capital is brought by the proprietor. All investment is made by him. അപ്പോൾ എന്താ ആ ഒരു പ്രൊപ്രൈറ്റർഷിപ്പിന് ആവശ്യമായിട്ടുള്ള എല്ലാ ക്യാപിറ്റലും മൂലധനവും കൊണ്ടുവരുന്നത് ആരെന്നെയായിരിക്കും? ഈ ഒരു വ്യക്തി തന്നെ ആയിരിക്കും. എല്ലാ ഇൻവെസ്റ്റ്മെന്റും നടത്തുന്നത് ആ ഒരു ഓണർ ഓഫ് ദി ബിസിനസ് തന്നെ ആയിരിക്കും. Then the fourth one is no separate legal entity. The proprietor and proprietorship are one and the same. The business and the owner exist together. അപ്പോൾ ഇവിടെ എന്താണ് പ്രൊപ്രൈറ്ററും പ്രൊപ്രൈറ്റർഷിപ്പും സെയിം ആണ്, അവർ തമ്മിൽ ഡിഫറൻസ് ഇല്ല. അതായത് ഈ ഒരു പ്രൊപ്രൈറ്റർക്ക് ഡെത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും റിട്ടയർമെന്റോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വരികയാണെങ്കിൽ അപ്പോൾ തന്നെ എന്താണ് ആ ഒരു ഫേമും ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. സോ ദർ ഇസ് നോ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ബിറ്റ്വീൻ ദ പ്രൊപ്രൈറ്റർ ആൻഡ് ദി പ്രൊപ്രൈറ്റർഷിപ്പ്. Then the fifth one is unlimited liability. The liability of the proprietor is unlimited. His personal property is called upon to pay his business debt. അതായത് ഈ ഒരു പ്രൊപ്രൈറ്ററിന്റെ ലയബിലിറ്റി, കടബാധ്യത എന്ന് പറയുന്നത് ലിമിറ്റഡ് ആയിരിക്കില്ല. ഇപ്പോൾ ഇൻ കേസ് ഈ ഒരു ബിസിനസ്സിന് എന്തെങ്കിലും ഡെപ്റ്റ് വരികയാണെങ്കിൽ ബിസിനസ് അസറ്റ് കൊണ്ട് അത് റിക്കവർ ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? ഈ ഒരു പ്രൊപ്രൈറ്ററിന്റെ പേഴ്സണൽ അസറ്റ് വിറ്റിട്ടാണെങ്കിലും ആ ഒരു ഡെപ്റ്റ് റിക്കവർ ചെയ്യേണ്ടതായിട്ട് വരും. അതിനെയാണ് അൺലിമിറ്റഡ് ലയബിലിറ്റി എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Then the sixth one is sole beneficiary. The sole proprietor is entitled to all profits of the business. അപ്പോൾ എന്താ ആ ഒരു ബിസിനസ്സിന് ഉണ്ടാകുന്ന എല്ലാ പ്രോഫിറ്റിന്റെയും അവകാശി എന്ന് പറയുന്നത് ഈ ഒരു സോൾ ട്രേഡർ മാത്രമായിരിക്കും. Then easy formation and closure. It is very easy to form and wind up a sole proprietorship with minimum legal formalities. അപ്പോൾ എന്താണ് ഒരു സോൾ ട്രേഡർഷിപ്പ് തുടങ്ങാനും അതുപോലെ തന്നെ അവസാനിപ്പിക്കാനും എന്താണ് വളരെ എളുപ്പമാണ്. ചുരുങ്ങിയ ലീഗൽ ഫോർമാലിറ്റീസ് മാത്രമാണ് ഇത് സ്റ്റാർട്ട് ചെയ്യാനും എൻഡ് ചെയ്യാനും ആവശ്യമായിട്ട് വരുന്നുള്ളൂ. Then the last one is limited area of operation. The area of operation is limited to the local area. ഇപ്പം എന്താ പറയുന്നത്, ഈ ഒരു
ബിസിനസിന്റെ സാധ്യത എന്ന് പറയുന്നത് ലോക്കൽ ഏരിയാസിൽ ലിമിറ്റഡ് ആയിരിക്കും. കാരണം നമുക്കറിയാം ഒരാൾ മാത്രമാണ് ഈ ബിസിനസിന്റെ എല്ലാ കാര്യങ്ങളും നടത്തുന്നത്, മാനേജ് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും ഒക്കെ എന്താണ്, ഒരു പേഴ്സൺ ആണ്, ഒരു സിംഗിൾ ഓണർഷിപ്പ് ആണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ലിമിറ്റഡ് ആയിരിക്കും. സോ ദീസ് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. നെക്സ്റ്റ് വൺ ഇസ് ദ രജിസ്ട്രേഷൻ പ്രൊസീജിയർ ഓഫ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബിസിനസ് നെയിം കണ്ടെത്തുക എന്നുള്ളതാണ്. ആ ഒരു ബിസിനസ്സിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ട്രേഡ് നെയിം കണ്ടെത്തുക. ദെൻ ദ സെക്കൻഡ് വൺ ഇസ് ഓപ്പൺ എ കറന്റ് അക്കൗണ്ട് ഇൻ എ ബാങ്ക്. ബാങ്കിൽ ഒരു കറന്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. ദെൻ GST രജിസ്ട്രേഷൻ, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് രജിസ്ട്രേഷൻ. ദെൻ ഒബ്റ്റെയിൻ പാൻ, പെർമനന്റ് അക്കൗണ്ട് നമ്പർ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും നേടിയെടുക്കുക. അതിനുശേഷം എന്താണ്, പേയ്മെന്റ് ഓഫ് ടാക്സസ്, നമുക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള നികുതികൾ കൊടുക്കുക. അതിനുശേഷം ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ആ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള പലതരത്തിലുള്ള ലൈസൻസുകൾ ഒബ്റ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ് ഫോം ഓഫ് ബിസിനസ് ആണ് പാർട്ട്ണർഷിപ്പ്. Indian Partnership Act 1932 defines partnership as the relation between persons who have agreed to share profits of a business carried on by all or any of them acting for all. Basically പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് എന്താണ്, രണ്ടോ അതിലധികം ആളുകളോ ഒന്ന് ചേർന്ന് ബിസിനസ് ചെയ്യുന്നതിനെയാണ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. അവിടെ എന്തായിരിക്കും, ഒരു എഗ്രീഡ് റേഷ്യോയിലായിരിക്കും അവരവരുടെ പ്രോഫിറ്റുകൾ ഷെയർ ചെയ്യുന്നുണ്ടാകുക. ഇനി ഒന്നില്ലെങ്കിൽ എല്ലാ പാർട്ട്നേഴ്സും കൂടിയായിരിക്കും ആ ഒരു ബിസിനസ് ക്യാരി ഔട്ട് ചെയ്യുന്നുണ്ടാകുക, അല്ലെങ്കിൽ അവരെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഒന്നോ ഒന്നിലധികമോ ആളുകൾ ആ ഒരു ബിസിനസ് ക്യാരി ഔട്ട് ചെയ്യും. ദ പാർട്ട്ണർഷിപ്പ് ബിസിനസ് ഇസ് കോൾഡ് ഫേം. പാർട്ട്ണർഷിപ്പ് ബിസിനസിനെ ഫേം എന്നാണ് വിളിക്കുന്നത്. The partners are the owners of the partnership firm. ഇനി ആ ഒരു ഫേമിന്റെ ഓണേഴ്സ് എന്ന് പറയുന്നത് ആരായിരിക്കും, പാർട്ട്നേഴ്സ് ആയിരിക്കും. Next is features of partnership. First one is 2 or more persons. At least 2 persons are required to form a partnership as per Companies Act 2013. Companies Act 2013 പ്രകാരം അറ്റ്ലീസ്റ്റ് എത്ര പേര് വേണം, 2 ആളുകളെങ്കിലും ഉണ്ടായിരിക്കണം ഒരു പാർട്ട്ണർഷിപ്പ് ഫേം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. Second one is agreement. Partnership is the result of an agreement between partners. The agreement can be oral or written. The written agreement is called partnership deed. അപ്പോൾ എന്താണ്, പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് ഒരു എഗ്രിമെന്റിന്റെ ബേസിസിലാണ് നടന്നുകൊണ്ട് പോകുന്നത്. സോ എഗ്രിമെന്റ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, ഒന്നില്ലെങ്കിൽ ഓറൽ ആയിരിക്കും, വാക്കുകൊണ്ട് പറയുന്നതായിരിക്കും, അല്ലെങ്കിൽ റിട്ടൺ ആയിരിക്കും, എഴുതി വെച്ചിട്ടുള്ളതായിരിക്കും. ഈ ഒരു റിട്ടൺ എഗ്രിമെന്റിനെയാണ് നമ്മൾ പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് വിളിക്കുന്നത്. ഇമ്പോർട്ടന്റ് ആണ്, വൺ വേർഡ് ആയിട്ട് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. Next one is profit sharing. The profit of the firm should be shared among the partners in an agreed ratio. If there is no written agreement, it should be shared equally. അപ്പോൾ എന്താണ്, പാർട്ട്നേഴ്സ് എങ്ങനെയാണ് പ്രോഫിറ്റ് ഷെയർ ചെയ്യുക, അതൊരു എഗ്രീഡ് റേഷ്യോയിലായിരിക്കും ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കുക. ഇനി അങ്ങനെ ഒരു എഗ്രീഡ് റേഷ്യോ ഇല്ലെങ്കിൽ എങ്ങനെയായിരിക്കും, അവര് പ്രോഫിറ്റ് ഈക്വലി എല്ലാ പാർട്ട്നേഴ്സിനും ഈക്വലി ആയിരിക്കും ഷെയർ ചെയ്യുന്നുണ്ടാകുക. Then the next point is unlimited liability. The liability of the partners in a firm is unlimited. The partners are personally liable for the debt. Like sole proprietorship, ഇവിടെയും പാർട്ട്ണർഷിപ്പിലും എന്താണ്, പാർട്ട്നേഴ്സിന് ലയബിലിറ്റി എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആയിരിക്കും. ഇഫ് ദർ ഇസ് എനി ഡെപ്റ്റ്, നമുക്ക് നമ്മുടെ ബിസിനസ് അസറ്റ് കൊണ്ട് റിക്കവർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവരുടെ പാർട്ട്നേഴ്സിന്റെ പേഴ്സണൽ അസറ്റ് യൂസ് ചെയ്തുകൊണ്ട് ആ ഒരു ഡെപ്റ്റ് റിക്കവർ ചെയ്യേണ്ടതായിട്ട് വരും. ഫിഫ്ത്ത് വൺ ഇസ് ഇംപ്ലൈഡ് അതോറിറ്റി. There is an implied authority that each partner acts on behalf of the firm. അപ്പോൾ അവിടെ എന്താണ്, ഒരു അന്തർലീനമായിട്ടുള്ള ഒരു അധികാരമുണ്ട് എല്ലാവർക്കും എന്തിന്, ഫേമിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളത്. ദെൻ അടുത്തതാണ് മ്യൂച്വൽ ഏജൻസി. ഈച്ച് പാർട്ട്ണർ ഇസ് ദ പ്രിൻസിപ്പൽ ആൻഡ് അറ്റ് ദ സെയിം ടൈം ആക്ട് ആസ് ദ ഏജന്റ് ഓഫ് അതേഴ്സ്. അപ്പോൾ എന്താണ്, ഓരോ പാർട്ട്നേഴ്സും എന്താണ്, പാർട്ട്ലി ഓണേഴ്സ് ആണ്, പ്രിൻസിപ്പൽസ് ആണ്, അതേസമയം തന്നെ എന്താണ്, മറ്റുള്ളവരുടെ ഏജന്റ് ആയിട്ട് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. Then the seventh one is utmost good faith. Every partner is supposed to act honestly. എല്ലാ പാർട്ട്നേഴ്സും എങ്ങനെയായിരിക്കണം, ഓണസ്റ്റ് ആയിരിക്കണം, അവര് ഉത്തമ വിശ്വാസത്തോടു കൂടി വേണം ആ ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. Restriction on transfer of shares of interest. No partner can sell or transfer his or her shares of interest without the consent of other partners. മറ്റ് പാർട്ട്നേഴ്സിന്റെ സമ്മതമില്ലാതെ ഒരു പാർട്ട്നേഴ്സിനും എന്ത് ചെയ്യാൻ പറ്റില്ല, അവരുടെ ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യാനോ സെയിൽ ചെയ്യാനോ സാധിക്കുകയില്ല. The last one is continuity. The retirement, debt, etc. of a partner can dissolve the partnership, not the firm. അപ്പോൾ എന്താണ്, ഏതൊരു പാർട്ട്ണറിന്റെ ആയിക്കോട്ടെ റിട്ടയർമെന്റോ ഡെത്തോ ആ
ആ ഒരു കമ്പനി അല്ലെങ്കിൽ ആ ഒരു പാർട്ട്ണർഷിപ്പ് ഡിസോൾവ് ആക്കും. പക്ഷെ എന്താണ്, അവർക്ക് ഒരു പുതിയ എഗ്രിമെന്റോട് കൂടി തന്നെ ആ ഒരു പാർട്ട്ണർഷിപ്പ് കണ്ടിന്യൂ ചെയ്തു പോകാനും സാധിക്കും. സോ ദീസ് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് പാർട്ട്ണർഷിപ്പ്. നെക്സ്റ്റ് ഇസ് ദി രജിസ്ട്രേഷൻ പ്രൊസീജിയർ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം. An application for registration should be prepared in the prescribed form. എന്താണ്, പ്രിസ്ക്രൈബ്ഡ് ഫോമിൽ നമ്മൾ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യണം. Then attach a duly filed specimen of affidavit. ഒരു സത്യവാങ്മൂലം നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ടായിരിക്കണം. Attach a certified copy of the partnership deed. പാർട്ട്ണർഷിപ്പ് ഡീഡിന്റെ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു കോപ്പി അറ്റാച്ച് ചെയ്യണം. Attach the proof of ownership of place of business. നമ്മൾ എവിടെയാണോ ബിസിനസ് നടത്തുന്നത് അതിന്റെ ഓണർഷിപ്പിന്റെ പ്രൂഫ് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കണം. The application should be signed by all the partners. എല്ലാ പാർട്ട്നേഴ്സും ആപ്ലിക്കേഷൻ സൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ആൻഡ് ഈ ഡോക്യുമെന്റ്സ് എല്ലാം തന്നെ നമ്മൾ രജിസ്ട്രാറിന്റെ മുമ്പിൽ സബ്മിറ്റ് ചെയ്യുകയും വേണം. ഇനി നെക്സ്റ്റ് ഫോം ഓഫ് ബിസിനസ് ആണ് കോപ്പറേറ്റീവ് സൊസൈറ്റി. What is cooperative society? A cooperative society is a voluntary association of persons who work together to promote their economic and social interest. So cooperative society എന്ന് പറയുന്നത് association of persons ആണ്. കുറച്ചധികം ആളുകൾ ചേർന്നുകൊണ്ട് ഒരുമിച്ച് വർക്ക് ചെയ്യുകയാണ്. എന്തിനു വേണ്ടിയിട്ടാ? അവരുടെ ഇക്കണോമിക്, സാമ്പത്തികവും സോഷ്യൽ, സാമൂഹികവുമായിട്ടുള്ള ഇൻട്രസ്റ്റുകളെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. Its primary objective is not to make profit but to render service to its members. അപ്പോൾ അതിന്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നല്ല, മറിച്ച് അതിന്റെ മെമ്പേഴ്സിന്, അതിലായിരിക്കുന്ന അംഗങ്ങൾക്ക് സേവനം, സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി എന്തൊക്കെയാണ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിന്റെ ബേസിക് പ്രിൻസിപ്പിൾസ് എന്ന് നോക്കാം. ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച്. ഓരോരുത്തരും എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്, എല്ലാവരും ഓരോരുത്തർക്കും വേണ്ടിയുള്ളതാണ്. ആൻഡ് സെൽഫ് ഹെൽപ്പ് ത്രൂ മ്യൂച്വൽ ഹെൽപ്പ്. സ്വന്തമായിട്ടുള്ള സഹായമാണ് എങ്ങനെ? മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ട്. സോ ഇതാണ് ബേസിക്കലി കോപ്പറേറ്റീവ് സൊസൈറ്റീസിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുള്ളതാണ് കേട്ടോ. Next is features of cooperative societies. First one is voluntary association. Cooperative organization is a voluntary association of persons formed to pursue a common objective. അപ്പോൾ എന്താണ്? വോളണ്ടറി ആയിട്ടുള്ള ആളുകളുടെ ഒരു കൂട്ടായ്മയാണ് ചില കോമൺ ഒബ്ജക്റ്റീവ്സ് നേടിയെടുക്കാൻ വേണ്ടിയിട്ട്. A person is free to join or not to join a cooperative society. He is free to leave the society anytime after giving due notice. അപ്പോൾ എന്താണ്? ഏതൊരു പേഴ്സണും ഫ്രീ ആയിട്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ജോയിൻ ചെയ്യാം, ജോയിൻ ചെയ്യാതിരിക്കാം. അതുപോലെ തന്നെ എന്താണ്? ഏത് സമയത്ത് വേണമെങ്കിലും ഒരു ഡ്യൂ നോട്ടീസ് കൊടുത്തുകൊണ്ട് അയാൾക്ക് അവിടെ നിന്ന് ലീവ് ചെയ്യാനും സാധിക്കും. Second one is democratic management. Democratic principle of each for all and all for each. The management is vested with the managing committee elected by the members on the basis of one man one vote. അപ്പോൾ എന്താണ്? ഇവിടെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് തന്നെ ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച് എന്നുള്ളതാണ്. ആൻഡ് ദ മാനേജ്മെന്റ് മാനേജിംഗ് കമ്മിറ്റിയിലായിരിക്കും വെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക. ഇവരെങ്ങനെയായിരിക്കും സെലക്ട് ചെയ്യുക? ഓരോരുത്തർക്കും ഓരോ വോട്ട് എന്ന രീതിയിലായിരിക്കും ഇവരുടെ സെലക്ഷൻ നടക്കുന്നുണ്ടായിരിക്കുക. Next is service motive. A cooperative society is formed to render maximum service to its members rather than to earn profit. The slogan of cooperative society is service the motto. So cooperative society basically form ചെയ്തിട്ടുള്ളത് തന്നെ എന്തിനു വേണ്ടിയിട്ടാ? സർവീസ് മാക്സിമം പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ടല്ല. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ അല്ല, മാക്സിമൈസേഷൻ ഓഫ് സർവീസ് ആണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത്. സോ ദ സ്ലോഗൻ എന്ന് പറയുന്നത് എന്താണ്? സർവീസ് ദ മോട്ടോ എന്നുള്ളതാണ്. Capital. Capital is raised from its members by issuing shares of small denominations which constitute the capital. A member cannot subscribe more than 1/5 of the total share capital. Shares cannot be transferred but surrendered. അപ്പോൾ എന്താണ്? ക്യാപിറ്റൽ ഇങ്ങനെ റേസ് ചെയ്യുന്നത് അവരുടെ മെമ്പേഴ്സിൽ നിന്ന് തന്നെ ഷെയർസ് ഇഷ്യൂ ചെയ്തുകൊണ്ടാണ്. ക്യാപിറ്റലിനെ ചെറിയ ചെറിയ ഡിനോമിനേഷനിലുള്ള ഷെയർസ് ആക്കി മാറ്റി ആ ഷെയർസ് ഇഷ്യൂ ചെയ്തുകൊണ്ടാണ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ക്യാപിറ്റൽ റേസ് ചെയ്യുന്നത്. ഇനി ഒരു മെമ്പർക്കും അവരുടെ ടോട്ടൽ ഷെയർ ക്യാപിറ്റലിന്റെ 1/5 പോർഷനേക്കാളും കൂടുതൽ എക്വയർ ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. കാരണം 1/5 പോർഷനേക്കാളും കൂടുതൽ വരികയാണെങ്കിൽ കൺട്രോൾ അവരുടെ കയ്യിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ 1/5 പോർഷനേക്കാളും കൂടുതൽ ആർക്കും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല.
അതുപോലെ ഷെയർസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും, പക്ഷെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റില്ല, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, സറണ്ടർ ചെയ്യാനായിട്ട് സാധിക്കും. Government control. Cooperatives in India are regulated by the Cooperative Society Act 1912. They are required to submit their annual report and accounts to the Registrar of Corporation. അപ്പോൾ എന്താണ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് 1912 പ്രകാരം റെഗുലേറ്റ് ചെയ്യപ്പെടുന്ന ഒന്നാണ്. ആൻഡ് ഇതിന്റെ എല്ലാ വർഷത്തെയും റിപ്പോർട്ടുകളും അക്കൗണ്ട്സുകളും എല്ലാം തന്നെ രജിസ്ട്രാറിന്റെ മുമ്പിൽ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. Next is corporate status. It enjoys the status of separate legal entity, perpetual succession, common seal, exemption in income tax, stamp duty and registration fees, etc. അപ്പോൾ ഇതെന്താണ്, ഇതിന് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ട്, അതായത് മെമ്പേഴ്സും അതുപോലെ തന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റിയും ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സിസ്റ്റൻസ് ഉണ്ട്. അതുപോലെ പെർപെച്വൽ സക്സഷൻ, അതായത് കണ്ടിന്യൂറ്റി ഉള്ള ഒന്നാണ്. മെമ്പേഴ്സിന്റെ ഡെത്തോ അല്ലെങ്കിൽ റിട്ടയർമെന്റ് ഒന്നും ഈ ഒരു ഫേമിനെ എഫക്റ്റ് ചെയ്യുന്നതല്ല. അതുപോലെ തന്നെ കോമൺ സീൽ ഉണ്ടായിരിക്കും, എക്സംഷൻസ് ഉണ്ട്, ഇൻകം ടാക്സിൽ നിന്നും സ്റ്റാമ്പ് ഡ്യൂട്ടിയിൽ നിന്നൊക്കെ രജിസ്ട്രേഷൻ ഫീസിൽ നിന്നൊക്കെ എക്സംഷൻ ലഭിക്കുകയും ചെയ്യും. Then distribution of surplus. Profit is distributed in proportion to their business with the society. അപ്പോൾ എന്താണ്, അവരുടെ ബിസിനസ്സിനനുസരിച്ചായിരിക്കും അവരുടെ പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നുണ്ടായിരിക്കുക. എ പോർഷൻ ഓഫ് പ്രോഫിറ്റ് ഇസ് ട്രാൻസ്ഫർ ടു റിസർവ് ഫണ്ട്. റിസർവ് ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. ഒരു പോർഷൻ, ഇപ്പോൾ അവരുടെ പ്രോഫിറ്റിൽ നിന്ന് ഒരു പോർഷൻ റിസർവ് ഫണ്ടിലേക്ക് മാറ്റിവെക്കപ്പെടും. അനദർ പോർഷൻ ടു കോമൺ ഫണ്ട് ടു ബി യൂസ്ഡ് ഫോർ ജനറൽ വെൽഫെയർ ഓഫ് ദ സൊസൈറ്റി. വേറൊരു പോർഷൻ എന്താണ്, ആ ഒരു സൊസൈറ്റിയുടെ ജനറൽ വെൽഫെയറിന് വേണ്ടിയിട്ടായിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാകുക. ആൻഡ് ഓൺലി ദ ബാലൻസ് ഇസ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു ദി മെമ്പേഴ്സ്. ബാക്കിയുള്ളത് മാത്രമായിരിക്കും മെമ്പേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടാകുക. നെക്സ്റ്റ് ഇസ് രജിസ്ട്രേഷൻ പ്രൊസീജിയർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് പ്രൊമോട്ടേഴ്സിന്റെ അപ്ലിക്കേഷൻ പ്രിപ്പറേഷൻ ആണ്. ഈ അപ്ലിക്കേഷൻ ഫോം നമ്പർ 1 വേണം പ്രിപ്പയർ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ എന്താണ്, ഇതിൻ്റെ ഒപ്പം കുറച്ച് കാര്യങ്ങൾ കമ്പൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് 3 copies ഓഫ് ദ പ്രപ്പോസ്ഡ് ബൈലോ ഓഫ് ദ സൊസൈറ്റി. അതായത് സൊസൈറ്റി മുന്നോട്ട് വെക്കുന്ന ബൈലോന്റെ 3 copies ആവശ്യമുണ്ട്. A certificate from the bank stating the credit balance in the society's current account. സൊസൈറ്റിയുടെ കറണ്ട് അക്കൗണ്ടിലെ ക്രെഡിറ്റ് ബാലൻസിനെ സ്റ്റേറ്റ് ചെയ്യുന്ന ഒരു ബാങ്ക് സർട്ടിഫിക്കറ്റ് വേണം. A list of shareholders with their respective shares. ആരൊക്കെയാണ് ഷെയർ ഹോൾഡേഴ്സ്, അവർ എത്രത്തോളം ഷെയർസ് ഹെൽഡ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ലിസ്റ്റ് ഉണ്ടായിരിക്കണം. ദ സ്കീം ഷോയിങ് ഇക്കണോമിക് സൗണ്ട്നെസ് ഓഫ് ദ പ്രപ്പോസ്ഡ് സൊസൈറ്റി. നമ്മൾ പ്രപ്പോസ് ചെയ്യുന്ന സൊസൈറ്റിയുടെ ഇക്കണോമിക് സൗണ്ട്നെസ്സിനെ കാണിക്കുന്ന ഒരു സ്കീം ഉണ്ടായിരിക്കണം. എനി അതർ ഡോക്യുമെന്റ്സ് ആസ് മേ ബി സ്പെസിഫൈഡ് ബൈ ദി രജിസ്ട്രാർ. ഇനി രജിസ്ട്രാർ എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം തന്നെ സബ്മിറ്റ് ചെയ്യിക്കാനായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. Then the application should be signed by at least 25 persons of different family. അപ്പോൾ ഈ application എന്ത് ചെയ്യണം, ഡിഫറെൻറ്റ് ഫാമിലീസ് നിന്നുള്ള 25 പേരെങ്കിലും ചുരുങ്ങിയത് സൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. A court fee stamp of ₹5 should be affixed on the application. ഈ അപ്ലിക്കേഷനിൽ കോർട്ട് ഫീ സ്റ്റാമ്പ് 5 rupeesന്റെ കോർട്ട് ഫീ സ്റ്റാമ്പ് അഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കണം. Then the application shall be submitted to the registrar. ഈ ഒരു എല്ലാ ഡോക്യുമെന്റ്സോടു കൂടി തന്നെ അപ്ലിക്കേഷൻ ഫോം നമ്മൾ രജിസ്ട്രാർക്ക് സബ്മിറ്റ് ചെയ്യണം. ഇതൊക്കെയാണ് രജിസ്ട്രേഷൻ പ്രൊസീജിയർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറയുന്നത്. Type of cooperative societies. There are 6 types of cooperative societies: consumers cooperative societies, farmers cooperative societies, marketing cooperative societies, cooperative housing societies, credit cooperative societies, and producers cooperative societies. ഓരോ ടൈപ്പ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി. These societies are primarily for consumers who wish to buy household goods at lower prices. The society buys goods or products in bulk amounts directly from the producer or wholesale rates and sells them to the members, thus eliminating the need for a middleman. ഇപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത്, ലോവർ പ്രൈസിൽ ഹൗസ് ഹോൾഡ് ഗുഡ്സ് മേടിക്കാനായിട്ട് താല്പര്യമുള്ള കൺസ്യൂമേഴ്സ് ഒന്നിച്ചു ചേർന്ന് രൂപീകരിക്കുന്ന ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. ഇവിടെ എന്താ ചെയ്യുന്നത്, ഈ സൊസൈറ്റി മാനുഫാക്ചേഴ്സിൻ്റെ കയ്യിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് ഹോൾസെയിൽ റേറ്റിന് ഗുഡ്സും പ്രൊഡക്ട്സ് ഒക്കെ
മേടിക്കും, ബൾക്ക് എമൗണ്ടിൽ മേടിക്കും. എന്നിട്ട് അത് എന്ത് ചെയ്യും? മെമ്പേഴ്സിന് സെല് ചെയ്യും. അപ്പോൾ അവിടെ എന്താണ്? മിഡിൽമാൻ്റെ ആവശ്യം വരുന്നില്ല. മിഡിൽമാൻ്റെ പ്രോഫിറ്റ് അവിടെ കട്ട് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മാർക്കറ്റ് റേറ്റിനേക്കാളും കുറവ് റേറ്റിൽ ഇവർക്ക് ഹൗസ് ഹോൾഡ് ഗുഡ്സ് അവൈലബിൾ ആയിരിക്കും. ഇതാണ് കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Producers Cooperative Society, also known as industrial cooperatives. These types of cooperative societies look out for the small-scale producers in a cutthroat market. Production and distribution are handled from within the cooperative. These producers could be farmers, Ayurvedic herbal medicine producers, etc. അതായത് പ്രൊഡ്യൂസേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ചെയ്തിട്ടുള്ളത് പ്രൊഡ്യൂസേഴ്സിൻ്റെ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം കത്ത്രോട്ട് കോമ്പറ്റീഷനുള്ള ഒരു മേഖലയാണ്, ഒരു മാർക്കറ്റാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അവിടെ സ്മോൾ സ്കെയിൽ പ്രൊഡ്യൂസേഴ്സിനെ പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള ഒരു കാര്യമല്ല. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രൊഡ്യൂസേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ത് ചെയ്യും? ഈ പ്രൊഡ്യൂസേഴ്സിൻ്റെ പ്രോഡക്ട്സും സർവീസസിൻ്റെ എല്ലാം തന്നെ പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും മാനേജ് ചെയ്യും. അത് ഹാൻഡിൽ ചെയ്തുകൊണ്ട് അവർക്കൊരു ഹെൽപ്പിംഗ് ഹാൻഡ് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അതാണ് പ്രൊഡ്യൂസേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി. Cooperative credit societies. These are urban and rural financial societies that provide loans to members at low rate of interest, protecting the members from massive debts to traditional money lending agencies. അപ്പോൾ ഈ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് എന്ന് പറയുന്നത് urban and rural ഏരിയാസിലുള്ള ഫിനാൻഷ്യൽ സൊസൈറ്റീസ് ആണ്. നമ്മുടെ ഇവിടെ നമ്മൾ കോപ്പറേറ്റീവ് ബാങ്കുകളൊക്കെ കാണാറുള്ളതാണ്. അപ്പോൾ ഇവരുടെ മെയിൻ ഉദ്ദേശം എന്താണ്? പ്രൊവൈഡ് ലോൺസ് ടു മെമ്പേഴ്സ് അറ്റ് ലോ റേറ്റ്സ് ഓഫ് ഇൻട്രസ്റ്റ്. ചെറിയ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിന് ലോൺ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഉദ്ദേശിക്കുന്നത്. മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി, മോസ്റ്റ്ലി ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ഫാമേഴ്സ്. These societies function to market the produce profitability at the best possible prices, increase the bargaining strength of the farmers, and protect them from the trials of individual selling and market exploitation. അപ്പോൾ മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഫാമേഴ്സിനെയാണ്. അപ്പോൾ ഇവരെങ്ങനെയാണ്? ഇൻഡിവിജ്വൽ ഫാമേഴ്സ് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് മാർക്കറ്റ് എക്സ്പ്ലോയിറ്റേഷൻ ആണ്. അപ്പോൾ അത് നികത്താനായിട്ട് അവരുടെ ബാർഗനിങ് സ്ട്രെങ്ത് കൂട്ടാനും അവരുടെ പ്രോഡക്ട്സ് നല്ല പ്രൈസ് കിട്ടാനും അവരുടെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിൽ ഹെൽപ്പ് ചെയ്യുകയാണ് മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇസ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി. Housing co-ops are a type of society that provides affordable housing to the middle and low income groups. Such societies are commonly found in urban and semi-urban cities. They construct the residences or flats and provide them to the members to live in and collect the money in installments. അതായത് മെയിൻലി ഈ കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോക്കസ് ചെയ്യുന്നത് മിഡിൽ ആൻഡ് ലോ ഇൻകം ഗ്രൂപ്പ്സിനെയാണ്. ആൻഡ് ഇത് കോമൺ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് urban ആൻഡ് സെമി urban സിറ്റീസിലാണ്. സോ ഇവരെന്താ മെയിനായിട്ട് ചെയ്യുന്നത്? ഇവർ ഫ്ലാറ്റുകളും അതുപോലെ തന്നെ റെസിഡൻസ് ഒക്കെ ബിൽഡ് ചെയ്ത് കഴിഞ്ഞിട്ട് കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അത് അവരുടെ മെമ്പേഴ്സിന് താമസിക്കാനായിട്ട് കൊടുക്കും. ആൻഡ് അതിൻ്റെ പൈസ എന്ന് പറയുന്നത് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെയുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെയാണ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. കോപ്പറേറ്റീവ് ഫാമിംഗ് സൊസൈറ്റി. The financially challenged farmers may not be able to maximize his agricultural output individually and earn optimum profits. അപ്പോൾ എന്താ? ഫിനാൻഷ്യലി ചലഞ്ച്ഡ് ആയിട്ടുള്ള ഫാമേഴ്സിന് അവരുടെ അഗ്രികൾച്ചറൽ ഔട്ട്പുട്ട് മാക്സിമൈസ് ചെയ്യാനൊന്നും ഒറ്റയ്ക്ക് പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഫാമിംഗ് സൊസൈറ്റീസ് എന്ത് ചെയ്യും? അവർക്ക് ആവശ്യമായിട്ടുള്ള ഇൻപുട്സും അതുപോലെ തന്നെ ടൂൾസും ടെക്നിക്സും എല്ലാം അവർക്ക് പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ അതുവഴി അവർ പ്രൊഡ്യൂസ് ചെയ്ത് അവരുടെ പ്രോഡക്ട്സ് മാർക്കറ്റ് ചെയ്തുകൊണ്ട് അവർക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കുകയാണ് മെയിൻലി കോപ്പറേറ്റീവ് ഫാമിംഗ് സൊസൈറ്റീസ് ചെയ്തു വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ടൈപ്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. അടുത്തത് നമ്മുടെ ലാസ്റ്റ് ഫോം ഓഫ് എന്റർപ്രൈസ് ആണ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി. എ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ഈസ് എൻ അസോസിയേഷൻ ഓഫ് ഷെയർ ഹോൾഡേഴ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞു കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അസോസിയേഷൻ ഓഫ് മെമ്പേഴ്സ് ആണ്. ഇവിടെ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറയുന്നത് അസോസിയേഷൻ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ആണ്. ഷെയർ ഹോൾഡ് ചെയ്യുന്നവരുടെ അസോസിയേഷനെയാണ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറയുന്നത്. The capital of joint stock company is divisible into small units of equal value called shares. Each person who buy at least a share can be a shareholder. Shareholders are the real owners of a joint stock company. അപ്പോൾ എന്താ? കമ്പനീൻ്റെ ക്യാപിറ്റലിനെ ചെറിയ ചെറിയ എമൗണ്ട് ഓഫ് യൂണിറ്റ്സ് ഓഫ് ഈക്വൽ വാല്യൂ ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും.
ആൻഡ് ഇതിനെയാണ് നമ്മൾ ഷെയർസ് എന്ന് പറയാം. അപ്പോൾ ഈ ഷെയർസ് മേടിക്കുന്ന ഒരു ഷെയറെങ്കിലും ഹോൾഡ് ചെയ്യുന്ന ആളെയാണ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. ഈ ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കും ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ ഓണേഴ്സ് എന്ന് പറയുന്നത്. According to Indian Companies Act 1956, a company means a company formed and registered under this act or any previous act. അതായത് കമ്പനീസ് ആക്ട് 1956 പ്രകാരം കമ്പനി എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു ആക്ട് പ്രകാരമോ അല്ലെങ്കിൽ അതിന് മുൻപുള്ള ഒരു ആക്ട് പ്രകാരമോ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഫോം ചെയ്തിട്ടുള്ള കമ്പനീസിനെയാണ് കമ്പനി എന്ന് പറയുന്നത്. സോ 1956ന്റെ കമ്പനീസിന്റെ അമെൻമെന്റ് വന്നിട്ടുള്ളതാണ് കമ്പനീസ് ആക്ട് 2013. നിലവിൽ ഇപ്പോൾ കമ്പനീസ് ആക്ട് 2013 ആണ് ഉള്ളത്. ഫീച്ചേഴ്സ് ഓഫ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി. ഫസ്റ്റ് വൺ ഇസ് വോളണ്ടറി അസോസിയേഷൻ. Joint stock company is a voluntary association of persons called shareholders. At least 7 persons are required to form a public company, whereas a private company requires 2 persons. അപ്പോൾ എന്താണ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറയുന്നത്? വോളണ്ടറി അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് ആണ്. അവരെയാണ് നമ്മൾ ഇന്ന് പറയുക ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയാം. ഒരു പബ്ലിക് കമ്പനി ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് 7 ആളെങ്കിലും വേണം ഒരു കമ്പനി ഫോം ചെയ്യാനായിട്ട്. അതേസമയം ഒരു പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ 2 ആൾ മതി. 2 വ്യക്തികളെ കൊണ്ട് നമുക്കൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. സെക്കൻഡ് വൺ ഇസ് ആർട്ടിഫിഷ്യൽ പേഴ്സൺ. എ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ഈസ് എൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ. It can buy and sell property and sue others and can be sued. അതായത് കമ്പനി എന്ന് പറയുന്നത് ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. ലോ പ്രകാരം ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കൃത്രിമമായിട്ടുള്ള ഒരു ആളെയാണ് നമ്മൾ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇപ്പോൾ സാധാരണ മനുഷ്യനെ പോലെ കരയാനോ ചിരിക്കാനോ ഒന്നും സാധിക്കുകയില്ലെങ്കിലും കമ്പനിക്ക് എന്ത് ചെയ്യാം? പ്രോപ്പർട്ടീസ് മേടിക്കാം, പ്രോപ്പർട്ടീസ് സെല്ല് ചെയ്യാനായിട്ട് സാധിക്കും, അതുപോലെ തന്നെ കേസ് കൊടുക്കാനായിട്ട് സാധിക്കും, അതുപോലെ തന്നെ കമ്പനിയുടെ പേരിലും കേസ് വരാനായിട്ട് സാധിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുന്നത് കൊണ്ട് തന്നെ കമ്പനീനെ ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. തേർഡ് വൺ ഇസ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. A company has an independent status different from its shareholders. That means it has a distinct entity. അതായത് കമ്പനി നമ്മൾ പറഞ്ഞ ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. ഇത് സെയിം തന്നെയാണ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റിയിലും പറയുന്നത്. അതായത് അതിന്റെ ഷെയർ ഹോൾഡേഴ്സിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സ്റ്റാറ്റസ് കമ്പനിക്ക് ഉണ്ട്. കോമൺ സീൽ. The common seal of the company is its official signature. ഇപ്പോൾ പേഴ്സൺസ് അവരുടെ സിഗ്നേച്ചർ യൂസ് ചെയ്യുന്നത് പോലെ തന്നെ കമ്പനി അതിന്റെ സിഗ്നേച്ചർ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒന്നാണ് കോമൺ സീൽ എന്ന് പറയുന്നത്. Then limited liability. The liability of the shareholder of a company is limited to the amount of shares held by them. അതായത് ഓരോ കമ്പനീസിലെയും ഷെയർ ഹോൾഡേഴ്സിന്റെ ലൈബിലിറ്റി എന്ന് പറയുന്നത് ലിമിറ്റഡ് ആയിരിക്കും. നമ്മൾ പാർട്ട്ണർഷിപ്പിലും സോൾ ട്രേഡറിലൊക്കെ പറഞ്ഞു അവരുടെ ലൈബിലിറ്റി അൺലിമിറ്റഡ് ആണ്. പക്ഷെ ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയിൽ എന്തായിരിക്കും? അവരുടെ ലൈബിലിറ്റി എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. എത്രത്തോളം ഷെയർസ് ആണോ അവർ ഹെൽഡ് ചെയ്തിട്ടുള്ളത് അതിന് മാത്രമായിരിക്കും അവർ കടപ്പെട്ടിട്ടുണ്ടായിരിക്കുക. Then transferability of shares. The shares of a public limited company are freely transferable. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ കമ്പനീൻ്റെ ഷെയർസ് എല്ലാം തന്നെ ഫ്രീലി വേറൊരാൾക്ക് കൊടുക്കാനോ വാങ്ങിക്കാനോ ഒക്കെ സാധിക്കും. ഇപ്പം നമ്മൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൊക്കെ ഇതാണ് കാണുന്നത്. ഷെയർ മാർക്കറ്റിലൊക്കെ നമുക്ക് ഓരോ കമ്പനീസിൻ്റെയും ഷെയർസ് ബൈ ചെയ്യാനും സെല് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഷെയർസ് ഫ്രീലി ട്രാൻസ്ഫറബിൾ ആണ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയിൽ. Then the last one is separation of ownership and management. The ownership is vested with the shareholders, whereas management is done by the board of directors. അപ്പോൾ ഓണർഷിപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഷെയർ ഹോൾഡേഴ്സിന്റെ കയ്യിലാണുള്ളത്. പക്ഷെ ഇതിന്റെ മാനേജ്മെന്റ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ കയ്യിലായിരിക്കും. അതായത് സെലക്റ്റഡ് ആയിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സിൽ നിന്നും എലക്റ്റഡ് ആയിട്ടുള്ള മെമ്പേഴ്സ് ആയിരിക്കും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ ഉണ്ടായിരിക്കുക. ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കും കമ്പനിയുടെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നുണ്ടാകുക. പക്ഷേ ദ റിയൽ ഓണേഴ്സ് ഓഫ് ദി കമ്പനി എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഫീച്ചേഴ്സ് ഓഫ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി. സോ ഇത്രയുമാണ് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഈ ഒരു 4 ഫോം ഓഫ് ബിസിനസ്സിൽ തന്നെ ഏതെങ്കിലും ഒരു ഫോമിൻ്റെ ഫീച്ചേഴ്സ് ആണ് മെയിൻ എക്സാമിന് 6 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുള്ളത്. സോ ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായി പഠിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഡു സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്. താങ്ക് യു.